ഇലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നു. രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോയില്ല. കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ്. ഇപ്പം രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായെന്ന് വിചാരിച്ചാണ്. തൃശ്ശൂരിലെ തോൽവിക്ക് കാരണം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ കത്തോലിക്ക സഭ വോട്ട് മറിച്ചോ? വോട്ട് മറച്ചതല്ല, അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി. വോട്ട് മറയ്ക്കലല്ല. വോട്ട് മറിച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറയ്ക്കൽ എന്ന് പറയാം. ഇതല്ല, അവരുടെ നിലപാട് BJPക്ക് അനുകൂലമായിരുന്നു. തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി. പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പത്മജ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു തന്റെ പിന്നിൽ നിന്ന് കുത്തി കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത്തരത്തിലുള്ള അനുഭവമാണ് താങ്കൾക്ക് ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ? ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല. അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ട് എന്നുള്ള എൻ്റെ അർത്ഥം. മുരളീധരനെ പോലത്തെ ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണ്ടേ? അതുകൊണ്ടൊന്നും അല്ല തോറ്റ്. ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാരണം.